ടൈം ആൻഡ് വർക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ബൈ എ, ബി ആൻഡ് സി ടു കംപ്ലീറ്റ് എ വർക്ക് എലോൺ ഈസ് 4:6:3. അതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതാദ്യമേ നമുക്ക് നോട്ട് ചെയ്യാം. ടൈം ടേക്കൺ ബൈ എ, ബി, സി എന്ന് പറയുന്നത് 4:6:3 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ നമ്മൾ ഈ റേഷ്യോ ഉപയോഗിച്ച് ആദ്യമേ ഇതിൻ്റെ എൽസിയം കണ്ടെടുത്തുകയാണ്. ആ എൽസിയത്തെ നമ്മൾ ടോട്ടൽ വർക്കായിട്ട് അസ്യൂം ചെയ്യുകയാണ്. അപ്പം 4ൻ്റെയും 6ൻ്റെയും 3ൻ്റെയും എൽസിയം എന്ന് പറയുന്നത് 12 ആണ്. അപ്പം ജസ്റ്റ് ഈ 12B ടോട്ടൽ വർക്കെന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൽസിയം വെച്ചിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒരു അസംഷനാണ് എടുക്കുന്നത്, റേഷ്യോയിലാണല്ലോ തന്നേക്കുന്നത്. അപ്പോൾ ഈ 12 കിട്ടിയ സ്ഥിതിക്ക് നമുക്കിതിൻ്റെ എഫിഷ്യൻസിയുടെ റേഷ്യോയും കണ്ടെത്താൻ സാധിക്കും. 12/4 എന്ന് പറയുന്നത് 3, 12/6 എന്ന് പറയുമ്പോൾ ബിയുടെ എഫിഷ്യൻസി 2 എന്നും സിയുടെ എഫിഷ്യൻസി 12/3 = 4 എന്നും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ടോട്ടൽ വർക്ക് ഇവർ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന സമയം, എയും ബിയും സിയും എടുത്തിരിക്കുന്ന സമയം 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫിഷ്യൻസി നമുക്കിപ്പം 3 + 2 + 4 എന്നുള്ളത് ടോട്ടൽ നമുക്ക് 9 എന്നുള്ളത് കിട്ടും. അപ്പോൾ E = 9. എന്നിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു 72 എന്നുള്ളത് കിട്ടും. പക്ഷേ നമുക്ക് 72ൻ്റെ 3/4 മതിയല്ലോ. അപ്പോൾ നമ്മൾ 72 × 3/4 എടുക്കും. ആ 72 × 3/4 എത്ര സമയം കൊണ്ടാണ് എ ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 18 × 3 എന്ന് വരും. 72 4 കട്ട് ചെയ്യുമ്പോൾ 18 × 3 54 എന്നുള്ളത് വരും. എയുടെ എഫിഷ്യൻസി നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? എയുടെ എഫിഷ്യൻസി എത്ര? 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയുടെ എഫിഷ്യൻസി ഈക്വൽ ടു 3 ആണെങ്കിൽ ഈ 54 വർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? നമുക്ക് 54 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 ഡേയ്സ് എന്നുള്ളത് കിട്ടും. അപ്പം 18 ഡേയ്സ്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കിടയിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക.